ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഫാൻ മുതൽ ഏറ്റവും കുഞ്ഞ് ഫാൻ വരെ കാണിക്കാൻ പോവുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഫാൻ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഞാൻ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഫാനിൻ്റെ വെറൈറ്റി ആണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ്. യെസ്, അപ്പോൾ ഈ ഫാനിന് ഇത് എൻ്റെ ഉള്ള ബാഡ്നെസ്റ്റ് ഫാനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ ഒരു പ്ലാന്റിൽ ഒരു 10 വർഷം ഐ തിങ്ക് 10 to ഒരു 6, 10നും 6നും ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു വർഷം പ്രായമുള്ള പ്ലാന്റാണ് ഈ പ്ലാന്റ്. കണ്ട നിറച്ച് തൈകളെ തരാൻ വേണ്ടിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ വിത്ത്. ഓക്കെ, ഞാൻ വിത്തൊക്കെ വെച്ച് പ്രൊപ്പഗേഷൻ കുറച്ച് നടത്തി നോക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ നടത്തി നോക്കിയത് പകുതിയും അൺസക്സസ് ആണ്. നോർമലി നമുക്കിത് ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ച് പൊടിച്ച് കിട്ടാറുള്ളതേ ഉള്ളൂ. പക്ഷേ അല്ലാതെ എനിക്ക് കിട്ടുന്നില്ല. പല മെത്തേഡും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ബേർഡ് നെസ്റ്റ് ഫാൻ. പിന്നെ അടുത്ത് ബോസ്റ്റൺ ഫാൻ എന്ന് പറഞ്ഞ വേറൊരു വെറൈറ്റി ഉണ്ട്. ആ ഒരു വെറൈറ്റി ഇതാ ഇങ്ങനെ ഇപ്പോൾ ഇവനാണ്. കണ്ട ആ ഒരു പ്രത്യേക ലീഫാണ്. അതിൻ്റെ ഒരെല്ലാം അഴുകിപ്പോയത് പഴയ ലീഫാണ്. കുറേ തൈ ആയിട്ടുണ്ട്. അത് കണ്ടോ 1, 2, 3 ആ ഭാഗത്ത് തൈയായി. പിന്നെ ഞങ്ങൾ മുകളിലൊരു തൈയായി. ഓക്കെ, വലിയ പ്ലാന്റാണ്. പിന്നെ വേറൊരു ഫാന്, ഇത് റാബിറ്റ് ഫാനിൻ്റെ ഒരു വെറൈറ്റിയാണ്. കണ്ട ഇതുപോലെ ഇങ്ങനെ വീണ്ടും പുതിയത് വന്നിങ്ങനെ പോകും. ഇതിനെ മാറ്റി നട്ടില്ല, ഞാൻ ഈ പ്ലാന്റ് കളക്ട് ചെയ്തേ ഉള്ളൂ. അത്യാവശ്യം ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഈ വലിയവനെ പോയിട്ട് അവനും പോയിട്ട് അടുത്ത ഇഷ്ടപ്പെട്ട ഇവനാണ്. പിന്നെ ഈ ഒരു വെറൈറ്റി നമ്മുടെ കുറച്ച് കാട് പോലെ വരുന്ന ഏരിയകൾ, റബ്ബർ വളയിൽ അങ്ങനത്തെയൊക്കെ സ്ഥലത്ത് കുറച്ച് കല്ലുകളുണ്ടെങ്കിൽ കല്ലിടിക്കിൻ്റെയൊക്കെ സൈഡിൽ പൊടിച്ചു വരുന്നൊരു വെറൈറ്റിയാണ് ഇവൻ. ഇതും ചില സമയത്ത് കിട്ടാൻ പാടാണ്. ഞാൻ ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ അമ്മ ഒരിടത്ത് പോയപ്പോൾ എടുത്തിട്ട് വന്നതാണ്. അടുത്ത് ഇത് വേറൊരു പ്ലാന്റാണ്. കണ്ടോ ഹൗസ് ഇറ്റ്. ഇത് ഫാനിൽ നല്ല കട്ടിക്ക് കയറി വരുന്നൊരു വെറൈറ്റിയാണ്. ഇതാ ഇവിടെയും നിൽപ്പുണ്ടാവാൻ. എങ്ങനെയുണ്ട്? ഓക്കെ, ആ ഫാണ് തന്നെ കുഞ്ഞ് തൈകൾ കുറേ എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ പലയിടത്തേക്കും വേണ്ടി മീൻസ് നമ്മളൊരു വലിയൊരു ടെറേറിയം ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ കണ്ടു നോക്കാം. ആ ടെറേറിയത്തിനകത്ത് എടുക്കാൻ വേണ്ടി ഇന്ന് തന്നെയാണ് ഞാൻ ടെറേറിയത്തിൻ്റെ വീഡിയോ ചെയ്തത്. ഇന്ന് ഏകദേശം ഒരു 30 വീഡിയോ ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ആ ടൈമിൽ എടുത്തു. അങ്ങനെ ആ കുഞ്ഞ് പ്ലാന്റുകൾ കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ ലിപ്പം ഇല്ല. മീൻസ് അതിൻ്റെ പിന്നെ അടുത്ത് വേറൊരു പ്ലാന്റാണ് നമ്മുടെ ദൈവൻ ഹാർട്ട് ഫാൻ. ഈ ഫാൻ പലരും വിചാരിക്കും ഇത് മതിലിൻ്റെ സൈഡിൽ പൊടിച്ചിരിക്കുന്ന ചെടിയല്ലേടാ, എന്തിനാടാ നീ പച്ചിക്കണെന്ന്. അങ്ങനെയല്ല. ഈ പ്ലാന്റ് എനിക്ക് ഒരു 10,000 രൂപയ്ക്ക് ഈ പ്ലാന്റ് ഞാൻ ടോട്ടൽ വിറ്റിട്ടുണ്ട്. കാരണം നമുക്കിത് പല ആവശ്യത്തിനും മരുന്നിനും അങ്ങനെ വേണ്ടിയൊക്കെ പലരും മേടിക്കാറുണ്ട് ഈ പ്ലാന്റ്. നമ്മുടെ ഇതിൻ്റെ പേര് ഹാർട്ട് ഫാനാണ്. ഇത് ഹാർട്ട് ഫാന്. ഇത് അവിടെ ഒരു ഹാർട്ട് ഫാൻ. കാരണം ഹാർട്ട് ഫാൻ കുറേ ഉണ്ട്. നമ്മളിത് ഒരെണ്ണം ഇങ്ങനെ ഒരു സൈഡിൽ പൊടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മണ്ണ് നമ്മളിപ്പോൾ ഈ സൈഡ് മൊത്തം ഇങ്ങനെ കറക്റ്റ് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എടാ നമുക്ക് ഒരു സൈഡ് എവിടെയെങ്കിലും കുറച്ചിങ്ങനെ മണ്ണ് വെറുതെ നമ്മൾ നാച്ചുറലി എന്തെങ്കിലും വളരാൻ വേണ്ടി ഇട്ടിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭാഗം ഇട്ടിരുന്നു. അപ്പോൾ ഇതൊരെണ്ണം പൊടിച്ച് നിൽക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുറേ പൊടിച്ചുകൊണ്ടാ. അവിടെ വേറൊരെണ്ണം. അവിടെ കുറച്ച് വെള്ളത്തിന് ഈർപ്പമുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പൊടിച്ച് കയറും. കാരണം അവിടെ നിന്നൊക്കെ മൊത്തം നമ്മളിങ്ങനെ ഇതിട്ടിട്ടുള്ളതുകൊണ്ട് വെള്ളം ഓവറായിട്ട് വാർന്നു പോവില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കിട്ടും. പിന്നെ അതിൽ നിറച്ചുണ്ട്. ഞാനിപ്പോൾ ഇത് പലയിടത്തും പോകുമ്പോൾ കളക്ട് ചെയ്ത് എടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് തന്നെ നമുക്കൊരു അത്യാവശ്യം ഒരു വലിയൊരു ക്വാണ്ടിറ്റി തന്നെ സാധനം നമ്മളതിൽ ഉണ്ട്. പല ഫാൻസ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫാനിൻ്റെ കളക്ഷൻസ് പിന്നെ ഇവിടെ ഈ സൈഡിലൊക്കെ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ വിത്ത് വീഴുന്ന ഇവിടത്തേക്ക് പൊടിച്ചു വരും. കാരണം നല്ല വെറൈറ്റീസൊക്കെ ഈ സൈഡിൽ നമുക്ക് കുറച്ചിങ്ങനെ മണ്ണിങ്ങനെ ഇട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പ്ലേസ് നമുക്ക് വീടിന് ചുറ്റും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിച്ചു വരും. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9809806874 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സെയിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ഗോവിന്ദ് സൈനിങ് ഔട്ട്.